ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നരച്ച മുടി കറുപ്പിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡേയുമായിട്ടാണ്. പ്രായഭേദമില്ലാതെ കുട്ടികളിലും മുതിർന്നവരിലും കാണുന്ന ഒരു പ്രശ്നമാണ് നരച്ച മുടി. നരച്ച മുടി കറുപ്പിക്കാനായിട്ട് പലരും ഇന്ന് കെമിക്കൽ ഡൈകളാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ കെമിക്കൽ ഡൈകൾ മറ്റ് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുകയും ചെയ്യും. അതായത് മുടികൊഴിച്ചിൽ, മറ്റ് അലർജി പ്രശ്നങ്ങളെല്ലാം തന്നെ കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ നേരിടുന്നതാണ്. എന്നാൽ ഇന്നത്തെ ഹെയർ ഡേ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ളത് കൊണ്ട് മറ്റ് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ നമുക്കുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഹെയർ ഡേ തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ്. ഞാനിപ്പോൾ 3 ചെമ്പരത്തിപ്പൂവാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ ഇതളുകൾ മാത്രമായിട്ട് എടുക്കാം. മുടി വളരാനും അകാല നര തടയുവാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ചെമ്പരത്തിപ്പൂവ്. എന്നിട്ട് ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് നമ്മൾ എടുത്ത 1 ഗ്ലാസ് വെള്ളം എന്നത് 3/4 ഗ്ലാസ് വെള്ളമാക്കി വറ്റിച്ചെടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ എല്ലാ എസൻസും ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടും. അങ്ങനെ വെള്ളത്തിൻ്റെ കളറെല്ലാം മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു വെള്ളം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി കഴുകുന്നത് വളരെ നല്ലതാണ്. ഇതൊരു ഹെയർ ടോണറായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് ആഴ്ചയിൽ 2-3 പ്രാവശ്യം നമ്മുടെ മുടി കഴുകുന്നത് മുടി വളരുവാനായിട്ടും അകാല നര തടയുവാനായിട്ടും സഹായിക്കും. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചെമ്പരത്തിയില ഇട്ട് കൊടുക്കാം. ചെമ്പരത്തിയില നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. പണ്ട് കാലങ്ങളിലുള്ളവർ ചെമ്പരത്തിയില കൊണ്ടുള്ള താളിയാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മുടി നരയ്ക്കുന്നത് വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് പലരും കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഷാമ്പുകളും ഹെയർ ഡൈകളുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെമ്പരത്തിയില ഇട്ട് കൊടുത്തതിന് ശേഷം നീലാമരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണോളം നീലാമരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം ഹെയർ ഡൈ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമ്മളിതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മിക്സ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ഡേ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കുറച്ചും കൂടി തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. നമ്മളിതിൽ ചെമ്പരത്തിയില ചേർത്തത് കൊണ്ട് തന്നെ ഇതൊരു താളിയായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മുടെ ഹെയർ ഡേ ഇരിക്കുന്നത്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് നല്ലതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോഴാണ് നമ്മുടെ ഹെയർ ഡേയുടെ കളർ റിലീസ് ആവുള്ളൂ. അതായത് ഒരു ഓവർനൈറ്റ് നേരം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ രാവിലെയാണ് ഇതേപോലെ തയ്യാറാക്കുന്നതെങ്കിൽ രാത്രിയിൽ, അതായത് വൈകിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ രാത്രിയിലാണ് നമ്മൾ ഇതേപോലെ തയ്യാറാക്കി വെക്കുന്നതെങ്കിൽ രാവിലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൂടുതലും നമ്മൾ രാവിലെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ ഡേ നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മുടി വളരുവാനായിട്ടുള്ള ഒരു ഹെയർ പാക്കായിട്ടും മുടി കറുപ്പിക്കാനായിട്ടുള്ള ഒരു ഹെയർ ഡൈ ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മളിത് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ ഒട്ടും തന്നെ എണ്ണമയമില്ലാത്ത മുടിയിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷം മുടി കഴുകാവുന്നതാണ്. മുടി കഴുകാനായിട്ട് ഷാമ്പോ അല്ലെങ്കിൽ സോപ്പോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് സാധാ വെള്ളത്തിൽ കഴുകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഡേ നിങ്ങളും ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.